ആരെങ്കിലും സീനിയറായിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്നത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. ചെറുപ്പക്കാർ കഴിയില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷണത്തിനൊന്നും പോവാതെ എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവരും. അവരില്ല, അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സികൾ വന്നുകൊണ്ട് രണ്ടുപേരും വരില്ല. കമ്മിറ്റി വിളിച്ചു കൂട്ടാനായിട്ട് രമേശ് പിഷാരടിയോട് മറ്റുള്ള എല്ലാവരും ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഡേറ്റ് അവൈലബിൾ ആയിട്ട് നോക്കിയിട്ട് ഒരു കമ്മിറ്റി ഉടനെ തന്നെ കൂടും. വേറൊന്നുമില്ല, നമ്മളെ അഡ്കോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ചില കണക്കിലെ തെറ്റുകളെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്യുക, എല്ലാം ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തതിന് ശേഷം ഒരു ഇലക്ഷനിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പേ ഇതൊന്ന് സ്ട്രീം ലൈൻ ചെയ്യും. ഞങ്ങളത് സുതാര്യമായ നിലയിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെയും അഡ്വക്കേറ്റിൻ്റെ എല്ലാം അഡ്വൈസ് വാങ്ങിക്കൊണ്ട് വളരെ കൃത്യമായി ഇതുവരെ എന്തെങ്കിലും കണക്കിലോ കാര്യങ്ങളോ അപാകത ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെന്നൊക്കെ പറയുന്നില്ല, നമുക്ക് സത്യം അറിയാൻ പറ്റത്തില്ല. ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം പഴയതുപോലെ അമ്മ പണ്ട് നടന്നിരുന്ന പോലെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെവലിലാക്കിയിട്ട് ഒരു ഇലക്ഷനിലേക്ക് പോയിട്ട് ആ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് ഇത് കൈമാറും. എന്തുകൊണ്ടാണ് ഈ ഒരു സമിതിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതെന്നുള്ളതാണ് താങ്കളുടെ ഒരു അനുഭവം? എനിക്ക് തോന്നുന്നു അതിനകത്തുള്ളൊരു വിയോജിപ്പാണ്. അവർ തമ്മിലൊരു യോജിപ്പില്ല. ട്രഷററും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടേണ്ടതാണ്. ട്രഷറർ ഇടാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ട്സ് പാസ്സാവില്ലല്ലോ. സ്വാഭാവികമായിട്ടും അക്കൗണ്ട്സ് പാസ്സായി വരുമ്പോൾ അവരുടെ നടത്തിക്കൊണ്ടാണുള്ള അവരുടെ അധികാരം നഷ്ടപ്പെട്ടു എന്നല്ല, അല്ലാതെ അവരെ പിണക്കി വിട്ടതും ആരും അടിച്ചു പുറത്താക്കിയൊന്നും അല്ല. ഈ ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റും അതിൻ്റെ അക്കൗണ്ട്സും റിപ്പോർട്ടും അവർക്ക് പാസ്സാക്കാൻ കഴിയുന്നില്ല ജനറൽ ബോഡിന് മുമ്പിൽ. ഞാനൊരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ്. കാരണം വെച്ചാൽ ലേഡീസാണ്, അവർക്ക് എന്ത് തെറ്റ് പറ്റിയെങ്കിൽ തിരുത്താനൊരു അവസരം. കാരണം ഇവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ തീർത്ത് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുമോന്ന്. പക്ഷേ ജനറൽ ബോഡിയുടെ തീരുമാനം, ലാലേട്ടൻ പറഞ്ഞ പോലെ ജനറൽ ബോഡിയുടെ തീരുമാനം നമ്മൾ പറയുന്നതല്ല, നമ്മൾ അഭിപ്രായം പറയുന്നത്. ജനറൽ ബോഡിയുടെ തീരുമാനം ഇത് പാസ്സാക്കണ്ട, ഇത് മുന്നോട്ട് പോകണ്ട എന്നൊരു തീരുമാനം ജനറൽ ബോഡിയിൽ വന്നു. ആരുടെയും കുറ്റമല്ല, എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊന്നും അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അങ്ങനെയാണ് ഒരു അഡ്കോ കമ്മിറ്റിയെ നിയമിച്ചതും ജനറൽ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് റെഡിയാക്കി നല്ല സുതാര്യമാക്കി വേറൊരു ഭരണസമിതിക്ക് ഇത് ഇലക്ഷനിലൂടെ കൈമാറി. നിങ്ങൾ തന്നെ ഒരു അടുത്ത ഭരണസമിതിയുടെ നേതൃത്വം? അല്ല, ഞാനതിനൊന്നും താല്പര്യം കാണിയത്. ഇത് ഞാനതെല്ലാം ഒഴിഞ്ഞു പോയതാണ്. ഒരു 7 വർഷം മുമ്പ് ഒഴിഞ്ഞു പോയത്. പക്ഷേ ഞാനും കൂടി ചേർന്ന് വളരെ കഷ്ടപ്പെട്ടു. മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെയൊക്കെ മടിയളവിട ബാബു, അതുപോലെ ടി.പി. മാധവൻ, ഇവരെല്ലാവരും എം.ജി. സോമൻ, സുരേഷ് ഗോപി, ഇങ്ങനെ എല്ലാവരുടെയും വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരെല്ലാം കോൺട്രിബ്യൂഷനിൽ കെട്ടിപ്പടുത്തൊരു സ്ഥാപനം. അപ്പോൾ ഞാൻ ഈ വന്നതിൽ എല്ലാ ചെറുപ്പക്കാരാണ് വരുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയർ ഞാനേ ഉള്ളൂ. ഇതിനകത്തൊരു അനുഭവ പരിചയമുള്ള ആൾ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കില്ലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാരണം ഞാനിത് ഒരു 7 വർഷം മുമ്പേ ഇതിൽ ഇലക്ഷൻ നിൽക്കുകയെന്ന് വെച്ചാൽ അതങ്ങ് മാറിപ്പോയാണ്. കാരണം നമ്മുടെ ജോലി കഴിഞ്ഞു, ഇനി വേറൊരു ജനറേഷൻ ഏറ്റെടുക്കട്ടെ എന്നുള്ളതായിരുന്നു. ആരാണ് ഒരു ആപ്റ്റായിട്ടുള്ളൊരു ലീഡർഷിപ്പ്? അല്ല, അവരാരെങ്കിലും സീനിയറായിട്ടുള്ള ലാലേട്ടനോ മമ്മൂക്ക ആരെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ അവരാരെങ്കിലും വന്നത് ഏറ്റെടുത്താൽ മാത്രമേ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. അതിനെ പിടിച്ചു നിർത്താൻ അവരെ പോലെയുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് മാത്രം കഴിയും. ചെറുപ്പക്കാർ കഴിയില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷണത്തിനൊന്നും പോവാതെ എല്ലാവരും ചേർന്ന് അത്തരത്തിൽ ആരെങ്കിലും ക്ഷണിച്ചു കൊണ്ടുവരും. അവരില്ല, അതാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും ഈ കോൺട്രവേഴ്സികൾ വന്നുകൊണ്ട് രണ്ടുപേരും വരില്ല. പരീക്ഷണത്തിന് അല്ല, അവർ പേടിയാണ്. അവർക്ക് എന്തിനാണ് വെറുതെ അൺനെസസറി ഹെഡേക്ക് എന്തിനാണെന്ന് അവർ വിചാരിക്കും. അവരെ കുറ്റം പറയാൻ പറ്റും. അവർ സമാധാനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു അൺനെസസറി ഹെഡേക്ക് അവർ വേണ്ടാന്ന് വയ്ക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ പറ്റും. ഇല്ല, അതറിയില്ല. അതൊക്കെ ഇനി ഡിസ്കസ് ചെയ്ത് വരുമ്പോഴൊരു ആദ്യം ഇതൊന്ന് ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. ഇത് സുതാര്യമായിട്ടൊന്ന് സ്ട്രീം ലൈൻ ചെയ്യുക, ഒരു ഇലക്ഷൻ നടത്തുക, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൈനീട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെ മുടങ്ങാതെ പോവുക. യോഗത്തിൽ ഒരു 2ാം നിരയിൽപ്പെട്ട ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അല്ല, ഇതുകൊണ്ടൊക്കെയാണ്. കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന് വിശ്വസ്തത നഷ്ടപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരില്ലേ, അവർക്ക് പിന്നെ പല പല കാരണങ്ങളുണ്ട് അതിനൊക്കെ. അതെന്താണെന്നൊരു റെക്കമെൻഡേഷൻ ഞങ്ങളെ കമ്മിറ്റി കൂടിയതിനു ശേഷം അടുത്തൊരു ജനറൽ ബോഡിക്ക് മുമ്പ് റെക്കമെൻഡേഷൻ കൊടുക്കും. എന്തുകൊണ്ടൊക്കെയാണ് ഈ ചെറുപ്പക്കാർ വരാത്തതിൻ്റെ കാരണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ എൻ്റെ ഒരു അസസ്മെൻറ്റാണ് ഞാൻ പറയാം. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എല്ലാം 2-3 കോടി രൂപയ്ക്കൊക്കെ ഈ അഡ്വർടൈസിങ് കമ്പനിയായിട്ട് ഒരു എഗ്രിമെൻറ്റുകളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൗണ്ടറുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഒരു ചായ കുടിച്ചിട്ട് ചേട്ടാ കൊള്ളാമെന്ന് പറയാം എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അത് പറയാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പം അത്തരം സീനുകൾ സ്പോൺസർമാർ വരുമ്പോൾ അങ്ങനെ പണ്ട് സ്പോൺസർമാരില്ല. അപ്പോൾ ഈ സ്പോൺസർമാർ വരുമ്പോൾ അത്തരം ചില സീനുകളുണ്ട്. അത് ഇവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ മോശക്കാരാവും. കാരണം ഗണേഷ് കുമാർ നിന്ന് സംസാരിച്ചു, മറ്റേ ആൾ സംസാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ പലരും ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്.